നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഓം ബിർള ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുത്തത് ശബ്ദ വോട്ടോടെ. ഓം ബിർള 18ാം ലോക്സഭയുടെ സ്പീക്കർ. ശബ്ദ വോട്ടോടെയാണ് ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുത്തത്. ഓം ബിർളയെ സ്പീക്കറായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയം ലോക്സഭ പാസാക്കി. പ്രതിപക്ഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ലെന്നത് ശ്രദ്ധേയമായി. സഖ്യകക്ഷികളുടെ വികാരം കൂടി പരിഗണിച്ചാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. സെൻസസ് നടത്താത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011 ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കൂൾ നിർമ്മാണം ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സെൻസസിന് വലിയ പങ്കാണുള്ളത്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് COVID-19 കാരണം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. 233 രാജ്യങ്ങളിൽ വെറും 44 രാജ്യങ്ങൾ മാത്രമാണ് ഇനിയും സെൻസസ് നടത്താനുള്ളത്. യുക്രൈൻ, യമൻ, സിറിയ, മ്യാൻമർ, ശ്രീലങ്ക, നൈജീരിയ ഈ രാജ്യങ്ങളാണ് സെൻസസ് ഇന്ത്യക്കൊപ്പമുള്ളത്. ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപം, യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാരണങ്ങളാലാണ് സെൻസസ് നടത്താൻ വൈകുന്നത്. അവശ്യ സാധനങ്ങൾക്ക് തീവില, ജനം പൊറുതിമുട്ടിയെന്ന് പ്രതിപക്ഷം. വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് ഭക്ഷ്യമന്ത്രി. വിലക്കയറ്റം ദേശീയ വിഷയമാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ നിയമസഭയിൽ പറഞ്ഞു. വിലക്കയറ്റം ഏറെ ബാധിക്കുന്നത് കേരളത്തെയാണ്. സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടൽ വഴി വിലക്കയറ്റത്തിന്റെ തോത് ഇവിടെ കുറവാണ്. ശക്തമായ വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്നും മന്ത്രി അവകാശപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം പച്ചക്കറി ലഭ്യതയെ ബാധിച്ചു. ഇത് ചില ഇനങ്ങൾക്ക് വില കയറാൻ കാരണമായിട്ടുണ്ട്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വിവാഹത്തിൽ നിന്ന് പിന്മാറി വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ. മലപ്പുറം കോട്ടക്കലിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ. എയർഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിവയ്പിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. വെടിയുതിർത്ത വലിയാട് സ്വദേശി അബു താഹിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. വെടിവെച്ച ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ജനൽ ചില്ലുകൾ തകർന്നത് കണ്ടത്. കോട്ടക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വരൻ വലിനാട് സ്വദേശി അബു താഹിറിനെ അറസ്റ്റ് ചെയ്തു. വധുവിന്റെ കുടുംബം വിവാഹത്തിൽ നിന്നും പിന്മാറിയതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ട്രെയിൻ യാത്രക്കിടെ ബെർത്ത് പൊട്ടി വീണ് പൊന്നാനി സ്വദേശിക്ക് ദാരുണാന്ത്യം. ട്രെയിൻ യാത്രക്കിടെ ബെർത്ത് പൊട്ടി വീണ് പൊന്നാനി സ്വദേശിക്ക് ദാരുണാന്ത്യം. മാറഞ്ചേരി സ്വദേശി ഇളയിടത്ത് മാറാടിക്കൽ അലിഖാനാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ തെലങ്കാന വാറങ്കലിൽ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. അലിഖാൻ കിടന്ന താഴത്തെ ബെർത്തിലേക്ക് മധ്യഭാഗത്തെ ബെർത്ത് പൊട്ടി വീണാണ് അപകടമുണ്ടായത്. റെയിൽവേ അധികൃതർ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കളിയിക്കാവിളയിൽ ക്രഷർ ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസ് പ്രതി പിടിയിൽ. തിരുവനന്തപുരത്ത് കളിയിക്കാവിളയിൽ ക്രഷർ ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം മലയം സ്വദേശി അമ്പിളി എന്ന ഷാജിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ വേറെയും കൊലക്കേസിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. കാറിന്റെ ഡിക്കിയിൽ ചെറിയ പാക്കറ്റിലാക്കിയ 50 കിലോ കഞ്ചാവ്. മഞ്ചേരിയിൽ കഞ്ചാവ് വേട്ട. 44-കാരൻ പിടിയിൽ.
മഞ്ചേരിയിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട 50 കിലോയുമായി ആനക്കയം സ്വദേശി പിടിയിലായി. ചേപ്പൂർ പൂവത്തിക്കൽ മുഹമ്മദ് അലി ഷിഹാബുദ്ദീനെയാണ് കഴിഞ്ഞ ദിവസം നെല്ലിപ്പറമ്പ് നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മഞ്ചേരിയിൽ നിന്നും ആലുവയിലേക്ക് കാറിൽ കഞ്ചാവ് കടത്തുമ്പോൾ ഇയാൾ പിടിയിലായത്. മഴ ശക്തം, ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലർട്ട്, പെരിങ്ങൽകുത്തിൽ ഓറഞ്ച്. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ഈ സാഹചര്യത്തിൽ വിവിധ ഡാമുകളിൽ റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് 2 മീറ്റർ കൂടി ഉയർന്നാൽ ഡാം തുറക്കും. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയുടെ തോതും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കൂടുന്നതിനാൽ ജലാശയ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണം വാങ്ങാൻ ബെസ്റ്റ് ടൈം, വിലയിൽ ഇടിവ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 25 രൂപ കുറഞ്ഞാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. 6600 രൂപയാണ് ഗ്രാമിന് ഇന്ന് വിപണി വില. പവന് 200 രൂപ കുറഞ്ഞ് 52,800 രൂപയായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.